അങ്ങനെ കൃത്യം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ടെർമിനൽ 2 എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. നീണ്ട 5 മാസത്തെ UK വാസത്തിന് ശേഷം ശ്യാമള മനോജ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പോയി ഇത് കണ്ടുപിടിക്കട്ടെ. ദൈവമേ, ഓരോരോ വാണി വരുന്ന വരവേ. നല്ല മികച്ചൊരു ട്വിസ്റ്റ് കിട്ടിയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മയുടെ അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. ഇനി അവിടുത്തെ അബുദാബി ടൈം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അങ്ങ് UK ഇപ്പോൾ സമയം 5:05 എങ്ങാണ്ടായിട്ടുണ്ട്. അതായത് അമ്മ അവിടുന്ന് ചേച്ചിയുടെ അടുക്കൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന സമയമായിരിക്കും. അപ്പോൾ അമ്മ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു 5-6 മാസമായിട്ട് അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം വീട് മൊത്തത്തിൽ അലങ്കോലമാണ്. അലങ്കോലം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അലങ്കോലമൊന്നും അല്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി അമ്മയുടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് രാത്രി ഒരു 12-12:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ട്രിവാൻഡ്രം പോയി അമ്മയെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഞാനിവിടെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്, അവിടെ എന്തൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഗായ്സ്, ഞാനും എൻ്റെ അനിയനും ആരലി വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താകുമെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവന് കൊടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്ന്. ഇപ്പോഴാ മണ്ടം പറയുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. ഞാൻ ഇവിടെ കുറച്ച് വീഡിയോ, അവനവിടെ കുറച്ച് വീഡിയോ, അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാം. എനിക്ക് ആക്ച്വലി എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നില്ല അമ്മ പോകുന്ന കാര്യം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്താ ഇമോഷൻ എന്ന് മനസ്സിലാവുന്നില്ല. അമ്മയുടെ എക്സ്പീരിയൻസ് എടുക്കാൻ ഇവള് സമ്മതിക്കുന്നില്ല ഗൈസ്. അഭിപ്രായമുണ്ടോ അമ്മൂമ്മ പോകുന്നതിനെ പറ്റി? ഭയങ്കര ബഹളമാണ് ഗൈസുകള്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് വണ്ടി കാണണം, അതാണ് ഇവളുടെ മെയിൻ ഉദ്ദേശം. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഈ വിൻഡോയുടെ പ്രസവത്തിന് ശേഷം ഞാൻ ഇവിടെ ഈ റൂമിലാണ് പെയിന്റ് ചെയ്തത് മൊത്തം. അപ്പം ബർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് എൻ്റെ തോളയിലിട്ട് ഇങ്ങനെ കൊട്ടുമായിരുന്നു. അപ്പം ഞാൻ ബെഡിലിരുന്ന് ഇവിടെ തോളയിലിട്ട് ബർപ്പ് ചെയ്യാൻ കൊട്ടിക്കൊണ്ടിരുന്നപ്പം ഇവള് കണ്ടുകൊണ്ടിരുന്നത് പുറത്തൂടെ വണ്ടി പോകും. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മൊത്തത്തിൽ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ ഈ സോഫയിലെ തുണികളെല്ലാം ഒന്ന് വൃത്തിയാക്കി വിരിച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്ന ആ ഒരു പത്രവും പേപ്പറും മറ്റു സാധനങ്ങളെല്ലാം ഒക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് ആ ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റാക്കി ബെഡൊന്ന് സെറ്റാക്കി ഉച്ചയ്ക്കൊരു അടിപൊളി ബിരിയാണി കഴിക്കാൻ പോവാം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം, നമുക്ക് ബ്രഞ്ചായിട്ട് തന്നെ കഴിക്കാം. കാരണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് മടിയാവും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീട് വെച്ചതിന് ശേഷം നാളിതുവരെ ആയിട്ട് ഈ അടുക്കളയൊന്നും ഇങ്ങനെ പാത്രത്തിൽ മുങ്ങിക്കിടന്നിട്ടില്ല. അപ്പം ഈ വീഡിയോ അമ്മ കാണുമ്പോൾ അമ്മ പറയും, ഓഹ് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയും പിന്നെ അമ്മ വന്നു കഴിയുമ്പോൾ നാളെ തൊട്ടൊരു അംഗമായിരിക്കും കേട്ടോ. പുള്ളിക്കാരി പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ടൈപ്പ് ആളാണ്. ഈവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലുള്ള അമ്മമാരുള്ള മക്കളുണ്ടായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എന്തായിരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ പാക്ക് ചെയ്ത് ഇറങ്ങി കാണുമായിരിക്കും. So we are here in the airport, guys. അപ്പോൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അപ്പോൾ നമുക്ക് ഈ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന പേപ്പറുകളെല്ലാം എടുത്ത് ഒന്ന് മാറ്റി പേപ്പർ വെക്കുന്നൊരു സ്ഥലമുണ്ട്, ഇവിടെ കൊണ്ടുപോയി അങ്ങ് അടുക്കാം. കറണ്ട് ഇല്ലെങ്കിൽ കൃത്യമായിട്ടല്ല 2 മാസം കൂടി ഇരിക്കുമ്പോഴേ കറണ്ട് ബില്ല് കേസിൽ കൊണ്ടുതരും. മുണ്ടെടുത്ത് പണിയെടുക്കാൻ ഇച്ചിരി പാടാണ്. നമുക്കൊരു നിക്കറിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. കിച്ചുമോൻ വന്നതിന് ശേഷമുള്ളൊരു പ്രധാന ചേഞ്ചാണ് കേട്ടോ ഇത്. ഇവിടെ ട്രോഫീസും കാര്യങ്ങളിലും ഒന്നുമല്ല നമ്മൾ കണ്ടുപോകുന്നത്, നമ്മുടെ എല്ലാവരുടെയും കണ്ടുപോകുന്നത്. ഇവൻ്റെ മരുന്നുകളിൽ, ഇവൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ, ഇവൻ്റെ ആ ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലൊക്കെയാണ് നമ്മുടെ കണ്ണ് പെട്ടെന്ന് പോകുന്നത്. അത് മറ്റതൊക്കെ ഒരു സൈഡിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇത് ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കും മനോരമയും കൂടെ ചേർന്ന് കമ്പൈൻഡായിട്ട് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണ്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയത്തില്ല. ഒരു പെട്ടിയായിട്ടൊക്കെ ഉണ്ടാക്കി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ നല്ല ഇനിഷ്യേറ്റീവാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ നോക്കിയിട്ടുമില്ല. മുടക്കി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് എല്ലാവരും ഫോണിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ വീട്ടിൽ പുരാവസ്തുവായിട്ടിരിക്കുന്ന മറ്റൊരു സാധനമാണ് ടി വി ഓണാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷമെങ്കിലും ആയി കാണാം. അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം ടി വി ഒന്നും ഓണാക്കിയിട്ടേ ഇല്ല, വർക്കാവുമോ എന്തോ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗം ഫുള്ള് പൊടിയാണ്. അപ്പോൾ അത് സെറ്റാക്കണം. പിന്നെ നമുക്ക് ഈ സോഫയുടെ കവറെല്ലാം മാറ്റി ഒന്ന് കഴുകണം. ദിസ് ഈസ് ഹൗ തിങ്സ് ബിക്കം ഫോസിൽസ്. ഒരുമാതിരി കടന്തൽ കൂടെ ഇളക്കിയിട്ട അവസ്ഥ പോലെ ആയല്ലോ ദൈവമേ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തുണികളെല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ കൂടാക്കി വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് കഴുകുക. ആൻഡ് ഇത് കണ്ടോ, ഇത് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിയ 100ൻ്റെ റാക്കറ്റാണ്. ബിഗ് ബില്യൺ സെയിലിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു
ഓഫറിന് കിട്ടി. അമ്മേ, നല്ലൊരു ഓഫറിന് കിട്ടി. അപ്പോൾ എൻ്റെ ജിം ബഡ്ഡീസ് എല്ലാം പല ഇടങ്ങളിലേക്ക് ചേക്കേറിയ സമയത്ത് ഞാൻ പുതിയതായിട്ട് വൈകുന്നേരങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ കണ്ട ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പണ്ടൊക്കെ കോളേജിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഒരു 4-5 വർഷമായി കളിച്ചിട്ട്. ആ ഒരു പണ്ടത്തെ മൂച്ചിന് പോയെന്ന് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും 2-3 ദിവസം എനിക്ക് ശരീരം അനക്കാൻ വയ്യായിരുന്നു. ഇനി അടുത്ത തിങ്കളാഴ്ച തൊട്ട് വല്ലതും പോകണം. പ്രധാനപ്പെട്ട അടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു സൈഡിൽ നിന്നുള്ള തൂപ്പാണ്. അപ്പം അതിന് മുമ്പായിട്ട് മേളിൽ എന്തെങ്കിലും ഉണ്ടോ? മേളിൽ 1 മാസം മുമ്പേ നനച്ചിട്ട് ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മടക്കി വെക്കണം. ഓക്കെ, വേറൊന്നുമില്ല. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മേളിൽ വെച്ചിട്ട് ഇത് തൂത്ത് പുറത്തോട്ടിറക്കണം. പൊടി അടിക്കുന്നുണ്ട്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ചേച്ചിയുടെ കല്യാണത്തിന് 10-3000 രൂപ കൊടുത്ത് വാങ്ങിച്ച ചെരുപ്പിൻ്റെ പെട്ടിയാണ് ബുക്കാറോ. ഞാൻ എൻ്റെ അബദ്ധത്തിന് ഒരു മഴയത്തിട്ടുകൊണ്ട് പോയി. നശിച്ച് നാറാണക്കല്ല. ഇപ്പോൾ പെട്ടി മാത്രമുണ്ട്. എടുത്ത് കളഞ്ഞേക്കാം. തൂത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പൊടി. ഇവിടൊക്കെ എങ്ങനെ പൊടി വരാനാണ്? ഈ പച്ചവീട്ടിൽ പ്രസ്റ്റേഷൻ്റെ ഒക്കെ ഒരു റെലവൻസ് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഈ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനത്തെ പണി ചെയ്തിട്ടൊരു ഇതില്ല, തഴക്കവും പഴക്കവും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വെയർ ടു ലുക്ക്. അയാൾക്കതറിയാം. അയാളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് നോക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് തൂത്ത് വരുമ്പോഴത്തേക്കിനും വീണ്ടും അടുത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സൈഡിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ടി വി വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പൊടിയുണ്ട്. മമ്മി ഇറങ്ങി ഓടി. ഓ, അമ്മ കയറ്റി വിട്ടോ. അപ്പോൾ അമ്മ അവിടെ മാഞ്ചസ്റ്ററിൽ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഗേറ്റിലിരിപ്പുണ്ടെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത്. അപ്പം നമ്മുടെ തുണി വിരിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ദിവാനയിൽ സെറ്റിയിലും സോഫയിലും ഒക്കെയുള്ള ഇത് വിരിച്ചപ്പോഴത്തേക്കിനും മേളത്തെ സ്ഥലം കഴിഞ്ഞ്. ഇനി താഴെ നമുക്ക് ഷെഡിൽ കൊണ്ടുപോയി വിരിച്ചിടാം. ആഴ്ചകളായി നനച്ചിട്ട് ഉണങ്ങി കിടക്കുന്ന തുണി ഇടാൻ ഷെഡില്ലാത്തപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറാറുള്ളത്. ഇതൊന്നും ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഓരോ കാര്യം വിളിച്ച് പോയിക്കേണ്ട. 3/4 ബക്കറ്റിന് വെള്ളത്തിന് ഒരടപ്പ് ലൈസോളാണ് ഒഴിച്ചത്. കൈയിട്ട് കലക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ കൈയിട്ട് കലക്കാൻ പോവാം. എന്നിട്ട് തൂത്തിട്ട് വീണ്ടും ഒന്നുകൂടെ തൂത്ത് കളയണം. ബിക്കോസ് ഓഫ് കിച്ചൺ. അപ്പോൾ ഓർത്ത് നെക്സ്റ്റ് ടൈം ഗൈസ്. ഫോർ ആൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഞാൻ ചേച്ചിയെ വിളിച്ചു ചോദിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ചേച്ചി പറഞ്ഞു ലൈസോൾ വെച്ച് തേച്ചിട്ട് തുടച്ചിട്ട് 2ാമതൊന്ന് 1 റൗണ്ട് കൂടെ തുടയ്ക്കണമെന്ന്. ഗോയിങ് ഫോർ ദ സെക്കൻഡ് റൗണ്ട്. ഒരു നാരങ്ങ കുടിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ഹോം അപ്ലയൻസസിൽ കറണ്ട് ബില്ല് വരുന്നത് 2000 രൂപയാണെങ്കിൽ 1000 രൂപ ഉണ്ടാക്കി തരുന്ന ഇവരാണ്. പൊന്നുവിൻ്റെയും മീനുവിൻ്റെയും പ്രായമുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യമില്ല, ഒരു പുരാവസ്തു എന്ന നിലയ്ക്ക് നമ്മളിവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിലൊന്നാണിത്. മറ്റൊന്ന് ഈ വണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഈസ് ടേക്കിംഗ് ലോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ്. അതായത് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും ലഞ്ച് കഴിക്കാൻ ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് തീർക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ പാത്രങ്ങളാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് ഫുള്ള് നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്ത് ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയും
ഈ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് അടുക്കി വെക്കണം. ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഓക്കെ. ആൻഡ് ഫോർ അനദർ തിങ്, ഇതുവരെ പല്ല് വെച്ചിട്ടില്ല. ഒരു ദിവസമൊക്കെ പല്ലിയൊക്കെ ആയിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് മായ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പോയി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് തിരിച്ചു. നല്ലൊരു അടിപൊളി എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ് കേട്ടോ കരിക്കിൻ്റെ ജ്യൂസ്. കൊള്ളാം. കറക്റ്റ് തുണി കഴുകി ഇട്ട ദിവസം തന്നെ മഴ പെയ്യുന്നു. മർഫീസ് ലോ, അതായത് നമ്മുടെ ലോകം മുഴുവൻ നമുക്കെതിരാണെന്നുള്ള ഒരു നിർവചനമായിട്ട് വന്നിരിക്കുന്ന ഒരു ലോയാണ് മർഫീസ് ലോ. വാട്ട് റോങ് കുഡ് ഹാപ്പൻ വിൽ ഹാപ്പൻ. പക്ഷെ അതങ്ങനെയല്ല അതിൻ്റെ ശരിക്കുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 2 ദിവസം മുമ്പ് നമ്മുടെ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതാണ് ഇവിടെ യെല്ലോ അലേർട്ട് ഉണ്ടെന്നും. അപ്പം ഞാൻ എൻ്റെ സൗകര്യാർത്ഥം ഇന്നത്തെ ദിവസം ഞാൻ അത് ചൂസ് ചെയ്തെന്നും. മഴ പെയ്തത് മഴയുടെ തെറ്റല്ല, ലോകത്തിൻ്റെ തെറ്റല്ല, എൻ്റെ തെറ്റുമാണെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ആ ഒരു വാട്ട് റോങ് കുഡ് ഹാപ്പൻ, അതായത് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ ക്ലോസ് ചെയ്തില്ല. അതുകൊണ്ട് ഇത് സംഭവിച്ചു. തെറ്റ് പറഞ്ഞ കാര്യമില്ല. നമ്മൾ അടുത്ത പരിപാടി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പണി കഴിയിട്ടില്ല, ഇനി പാത്രം കൂടെ കഴിയാനുണ്ടെന്ന്. എന്തോ ഭാഗ്യം മഴ പെയ്തിട്ട് ഉണങ്ങി കിട്ടി. ഈ ഫർണിച്ചറിൻ്റെ ഈ കളർ ഉണ്ടോ, ഈ റെക്സിൻ്റെ ഈ കളർ, അല്ലെങ്കിൽ ഈ അപ്പോൾസ്റ്ററിയുടെ കളർ, എന്തുവാണോ എന്തോ ഇതിന് പറയുന്നത് ഈ സാധനം. അപ്പം ഇതിനൊരു കഥയുണ്ട്. ഇത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഫർണിച്ചറാണ്. ഞാനിവിടെ പോയാൽ വാങ്ങിച്ചത്. അന്ന് നോക്കിയപ്പോഴത്തേനും കണ്ട് ബ്ലിഞ്ചിക്കുന്ന കളർ. എനിക്കിതങ്ങ് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അന്നേ എന്നോട് പറഞ്ഞേടാ ഈ കളർ വേണ്ട, ഇത് വലിയൊരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് അല്ലെന്ന്. അന്ന് എനിക്കിത് മതി, അതുകൊണ്ട് ഇത് വാങ്ങിച്ച്. ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് പുറത്ത് കാണിക്കാൻ നമുക്ക് അത്രയ്ക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഓരോരോ വിവരം കെട്ട പ്രായത്തിലെ വിവരം കെട്ട തീരുമാനങ്ങൾ. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത്. ആ പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും വെക്കാത്തത്, പുറത്ത് പോയി കഴിക്കുന്നത്. എനിക്ക് ചോറൊക്കെ വെക്കാൻ അറിയാം, പക്ഷേ പാത്രം കഴുകണം. ചായ കുടിച്ചാൽ തന്നെ 5 പാത്രം കഴുകണം. ഒരു ഫുള്ളി എൻഗേജ് ഡേ എന്ന് പറഞ്ഞ ഇതാണ്. രാവിലെ എണ്ണീച്ചപ്പോൾ തൊട്ട് പണിയാണ്. പല്ല് പോലും തേച്ചിട്ടില്ല. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പറയാറുണ്ട് ഇതുവരെ പല്ല് പോലും തേക്കാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പോൾ അതേപോലത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞാൻ ഇവിടേക്ക് ജ്യോതിമല അവിടെ വരെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പത്തനാപുരത്ത് ഹരി ബിരിയാണി പോയി ഒരു ചിക്കൻ 65 ബിരിയാണി വാങ്ങിച്ചു. ഇനിയും ഈ തുണിയെല്ലാം ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ടൊന്ന് കിടക്കാം. ഇനിയൊന്ന് പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം ഗൈസ്. അയ്യ പെട്ട് കേട്ടോ, നമ്മൾ വിചാരിച്ച കൂട്ടല്ല ഇത്. ഞാൻ ഉച്ചയ്ക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച പണി ഒരു 4 മണി അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. സമ്മതിക്കണം കേട്ടോ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഡെയിലി സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉറക്കം എണീച്ച് നേരെ കോന്നിക്ക് പോവാണ്. കോന്നി അശോകമുള്ള പോയി പൊക്കി ഒരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ വാർത്തയെക്കുറിച്ച് അറിയുന്ന സുഹൃത്തുക്കളെ. നല്ല മികച്ചൊരു ട്വിസ്റ്റ് കിട്ടിയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മയുടെ അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. ഇനി അവിടുത്തെ അബുദാബി ടൈം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്. അത് വിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നാളെ രാത്രി 8 മണിയെങ്കിലും ആവും. ഒരു 10-14 മണിക്കൂർ ഇങ്ങനെ പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുക. എന്ത് ചെയ്യും ഇത് കേട്ടിട്ട് തന്നെ സ്ട്രെസ്ഡാവുന്നു. അപ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ആലോചിക്കാൻ കൂടി വയ്യ. അയ്യ സമാധാനം. ദൈവമേ, ഓരോരോ വാണി വരുന്ന വരവേ. ക്യാൻസലായത് എത്തിഹാദിൻ്റെ ആയതുകൊണ്ടും എത്തിഹാദ് നല്ല സർവീസ് ആയതുകൊണ്ടും അവിടെ ഇറങ്ങുന്ന സമയത്ത് ഒന്നെങ്കിൽ ലോഞ്ച് എക്സസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ എയർപോർട്ടിനകത്തൊരു റൂം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു റൂം ഒരു ദിവസത്തെ വിസ അടിച്ചു കൊടുത്ത് അവിടെ സെറ്റാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുക്കലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയ വിവരം. അമ്മ ഇപ്പോൾ ഓൾറെഡി ലാൻഡായി കഴിയുമ്പോഴത്തേക്കിനും അമ്മ ഇതറിയുമ്പോഴത്തേക്കിനും അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക.
നമ്മളെല്ലാവരും പാനിക്കായിരുന്നു. ഈ അമ്മ കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് ഡീൽ ചെയ്യുമോ എന്തോ. ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നോക്കാം. എടാ പന്ന ചെറുക്ക, നീ കാണിച്ചു വെച്ചേക്കുന്നത് എന്തോ? ഈ തറ നീ കാണിച്ചു വെച്ചേക്കുന്നത് എന്തോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ നിന്നെ പോലെ പണിയെടുത്തിട്ട് നീ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നീ ഇവിടെ ഫുള്ള് ചവിട്ടി തിരിച്ച് വെച്ചേക്കണം തെണ്ടിച്ചെറുക്കാം. ഫ്ലൈറ്റ് ഡിലേ ആയി എന്നുള്ള വിവരമൊന്നും അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അമ്മ ഇത് അവിടെ ലാൻഡായിട്ട് എല്ലാവർക്കും വാട്സപ്പിൽ സന്തോഷമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ലാൻഡായിട്ടുണ്ടെന്ന്. അഞ്ച് ഇപ്പം അമ്മയുടെ വിവരം പറയും. എന്ത് സംഭവം നമുക്കിപ്പം അറിയാം. നീ എന്തോ വേണം യു എയിൽ ഒരു ദിവസം നിൽക്കാമല്ലോ. എന്തോ വേണം അബുദാബി ഒരു ദിവസം നിൽക്കാമല്ലോ ഒന്ന്. സമാധാനം എൻ്റെ അമ്മേ. വയ്യ, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടിട്ട് അവിടുന്ന് അവർ മലയാളിയാണെന്ന് അമ്മയെ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ അവരെല്ലാം ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ടലിലോട്ട് മാറ്റും. അവിടുന്ന് മാറ്റിയിട്ട് നാളെ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേക്കിനും അവർ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കയറ്റി വിട്ടോളും. ഇനിയും കുഴപ്പമൊന്നുമില്ല. ഇനി സമാധാനമായിട്ട് നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം. അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനും ഒരു യോഗം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അമ്മ ഹാപ്പി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സെറ്റ്. എന്തോ യോഗമാണ് ഇതുപോലെ UK-യില് UAE-യില് ഗജകേസരി യോഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ എൻ്റെ അമ്മ, എനിക്ക് വയ്യ. എന്താ ഈ കുടിക്കുന്നത്? എക്സ്പ്രസോ. ഇത് അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുന്നതല്ല. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. ഇന്ന് രാവിലെ ഒരു 8 മണി ആയപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴാണ് എയർപോർട്ടുകാർ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുത്ത്. ഈവൻ 1 മണിക്കൂറുണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഹോട്ടലിലേക്ക് എത്താൻ. 4 മണിക്കൂറത്തേക്ക് അവരൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാവം അവിടെ പോയി വിഷമിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, മാഞ്ചസ്റ്ററിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു വിമൺ. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ പുള്ളിക്കാരിയുടെ ഹെൽപ്പിനെ. കൂടെ 1-2 പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാണ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് അമ്മ വന്നാലേ അറിയത്തുള്ളൂ. ഇന്ന് വൈകുന്നേരം അമ്മ പോയി പിക്ക് ചെയ്യണം. പാവം വിഷമിച്ചിരിക്കുകയാണ്. ചിച്ചുമോൻ എന്താ പാല് കുടിക്കാത്ത? പാല് കുടിച്ചേ, പോയിട്ട് വരാം. അത് മര്യാദയ്ക്ക് കുടിക്കത്. അപ്പോൾ ജോലിക്ക് പോയിട്ട് വരാം. ഇന്നലെ വണ്ടി എടുത്തിട്ടാ പോവാൻ. ഇനി തിരിച്ച് വന്നിട്ട് കയറ്റിയിടാം. ഇപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇനിയും 5:30 ആയി. ഇവിടെ അമ്മയുടെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ലേറ്റ് ആയ ഫ്ലൈറ്റ് ഇപ്പോൾ കറക്റ്റ് സമയത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഡയറക്റ്റ് ട്രിവാൻഡ്രം, അവിടെ നിന്ന് അമ്മയെ പിക്ക് ചെയ്യണം, തിരിച്ചു വരണം. ശേഷം കഥകളെല്ലാം അമ്മ പറയും. അങ്ങനെ കൃത്യം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ടെർമിനൽ 2 എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. തിരുവനന്തപുരത്തുള്ള ടെർമിനൽ 2 ഇൻ്റർനാഷണൽ ആണ്. അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ എപ്പോഴും വരുമ്പോഴുണ്ട്. അതായത് ടെർമിനൽ 2 ആണ് ഇൻ്റർനാഷണൽ, ടെർമിനൽ 1 ഡൊമസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മ ഫ്ലൈറ്റ് ഇൻഫോ നോക്കിയപ്പോഴത്തേക്കിനും അമ്മ ലാൻഡ് ആയിട്ടുണ്ട്. ഇനിയും ഒരു 3/4 മണിക്കൂർ എടുക്കുമായിരിക്കും ബാഗേജ് എല്ലാം കൂടെ എടുത്ത് വരുമ്പോഴത്തേക്കിനും. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നീണ്ട 5 മാസത്തെ UK വാസത്തിന് ശേഷം ശ്യാമള മനോജ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പോയി കണ്ടുപിടിക്കട്ടെ. അടുത്ത വലിയ ടാസ്ക് അതാ. അതെ മേഡം, എങ്ങനെ എത്തിപ്പറ്റി? അയ്യോ, ഏതാ നമ്മുടെ താമസമൊന്നുമില്ല. മക്കളെന്തോ കഴിച്ചു. ഡിന്നറിനായിട്ട് നമ്മൾ അൽസാജിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അബുദാബി വെച്ച് 2 ദിവസം കളഞ്ഞു പോയ അമ്മ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇങ്ങോട്ട് വരാനേ മക്കളമ്മ മറന്നില്ലയോ മക്കളെ ഇങ്ങോട്ട് വാട കേൾക്കാം വീട്ടിലെത്തി 5 മാസം ഇന്നത്തേക്ക് 5 മാസമായി ഇവിടുന്ന് പോയിട്ട്. ഇതാണ് ഗൈസ് രത്ന ചുരുക്കം. ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ളത് നാളെ. ചെറുക്കനെന്തി നീ വന്നപ്പോഴത്തേന് ഇത് അപ്പൊ ഫ്ലൈറ്റിൽ നീ ഇറങ്ങുന്നതിന് മുന്നേ 5 പറഞ്ഞു അമ്മ ഇന്നതുപോലെ ഒരു സംഭവമുണ്ട്, അമ്മ ടെൻഷൻ അടിക്കില്ല, അവരെന്തുവാന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന എല്ലാം ചെയ്തോളുമല്ലോ. എങ്കിലും ആ എയർപോർട്ടിനകത്ത് നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങും, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ചോദ്യമേ ഒന്നാമത് നമുക്ക് ഭാഷ അറിയത്തില്ല, രണ്ടാമത് നമുക്ക് ആരും ഒരാൾ കൂടില്ല, നമ്മളെ ആരെ വിശ്വസിച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇത് എന്തായാലും നൂലാമാലകളാ ഒരു 150 വട്ടം കയറി ഇറങ്ങുന്നിടത്ത് പിന്നെ ഈ വിസ അടിച്ചെങ്കിലേ അവര് വെളിയിലോട്ട് ഇറങ്ങും. ഉള്ള വെള്ളം നമുക്ക് ഈ വെളിയിലോട്ട് ഇറങ്ങി കുടിക്കണമെങ്കിൽ പിറ്റേന്ന് ഉച്ചയ്ക്കാ 2:30 ഫ്ലൈറ്റ്. അപ്പൊ ഈ രാത്രി മൊത്തം ഒരു 8-9 മണിക്കൂർ ഈ ഒരു ഷോൾഡർ ബാഗും തൂക്കി ഈ ഹാൻഡ് ബാഗും തൂക്കിക്കൊണ്ട് ഇതും കൊണ്ട് അങ്ങ് നടക്കുക. ഒരു 7 കിലോ അത് ഉണ്ട്, തുണി മണി അങ്ങനെയുള്ള എൻ്റെ സാധനങ്ങളും ആയിട്ട് ഇതും കൊണ്ട് നടക്കുക. ഈ 7 കിലോ ഹാൻഡ് ബാഗ് ഇത്രയും പിന്നെ പെട്ടി ഞാൻ അവിടുന്ന് ഇനി പോരും. ഇതും കൊണ്ട് ഒരു 8-9 നടന്നുണ്ട്. അപ്പൊ എന്തുവായാലും ആ കൊച്ചു കൂടി എത്ര റൂം നമ്പർ കിട്ടിയത് എത്ര 2630. 10-50 നില കാണും. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അബുദാബി മൊത്തം കാണും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കിടന്നൊക്കെ കണ്ണേ കുത്തി എനിക്ക് ഒന്ന് ക്ഷീണിച്ചു. വന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ തന്നെ വെള്ളം കെറ്റിലും പുല്ലും ഒക്കെ ഉണ്ട്. ഇച്ചിരി ഒന്നും കുടിച്ചില്ല, വെള്ളം ഒന്നും കുടിച്ചില്ല. ഞാൻ അവിടെ കിടക്കുന്നൊന്ന് ഉറങ്ങാൻ നോക്കിയാണ്. അന്ന് രാവിലെ എത്ര വെളുപ്പിനെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അന്ന് 12 മണി തലേന്ന് 12 മണി വരെ ആയി കിടന്നപ്പോൾ 2-3 മണിക്കൂറൊന്നും ഉറങ്ങിക്കാണും. 5 മണിക്ക് ഇറങ്ങി 9 മണിക്ക് വിടേണ്ട ഫ്ലൈറ്റ് 11:30. അപ്പൊ 2.5 മണിക്കൂർ താമസിച്ചു. അതും കഴിഞ്ഞ് അവിടുന്ന് പിന്നെ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേന് ഇവിടുന്ന് അബുദാബിന്ന് ഫ്ലൈറ്റ് പോയി. പോയി കഴിഞ്ഞത് അറിഞ്ഞപ്പോഴേ ചത്തതുപോലെ ആയില്ല. അബുദാബി കിട്ടി. അബുദാബി അവര് ആ വീൽ ചെയർ ഉണ്ടായിരുന്നു, നമുക്ക് ഇത്രയും പ്രശ്നം വരട്ടെ. പക്ഷെ എന്നാലും ചോദിച്ചാൽ നമുക്ക് ഈ വിസ അടിച്ചു കിട്ടുന്നതിന് ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ആ ഒരു വിഷയമാണ്. വിസ കിട്ടാതെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. ഹോട്ടലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ തരണം. ഹോട്ടലൊക്കെ വലിയ സെറ്റപ്പും കാര്യങ്ങളോ നമുക്ക് അങ്ങനെയൊക്കെ പരിചയമുള്ളവർക്കാണെങ്കിൽ എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ സ്കോച്ച് വിസ്കി വരെ അതിനകത്ത് സ്കോച്ച് വരെ അതിനകത്ത് കുപ്പിയും ഗ്ലാസും അതിനുള്ള സെറ്റപ്പും എല്ലാം അതിനകത്തുണ്ട്. ചായ കാപ്പി ഇതിന്റെ എല്ലാം പാൽപ്പൊടി ഇതെല്ലാം ഉണ്ട്. ഞാൻ പറയാം ഇതിനൊന്നും കണ്ണടക്കണ്ടേ, ഒന്നുമില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന തലേന്ന് ദൈവാദിനം പോലെ ഞാൻ ആ കൊച്ചിന്റെ നമ്പർ എൻ്റെ നമ്പർ അങ്ങോട്ടും കൊടുത്തു, ആ കൊച്ചിന്റെ നമ്പർ ഞാൻ ഇങ്ങോട്ടും മേടിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഈ കൊച്ചിനെ വിളിച്ചു. അപ്പോൾ 10 മണിയാകുമ്പോൾ ചേച്ചി താഴോട്ട് പോകാം, എന്നിട്ട് നമുക്ക് കാപ്പി കുടിക്കാം, കാപ്പിയും കുടിച്ചിട്ട് ഇനി പോരാ. എനിക്ക് മേളിൽ വന്ന് പെട്ടി എടുത്തുകൊണ്ടൊന്നും ഇങ്ങോട്ട് ഒരു വണ്ടിയിൽ ഇങ്ങ് കൊണ്ടു കിട്ടും. അവിടുന്ന് ഒരു എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട് ഹോട്ടലിലോട്ട്. ഒറ്റ മണിക്കൂർ 4 ഹോട്ടലിലായിട്ടാണ് ഇത്രയും പേരെ ആക്കിയത്. പലരും അപ്പൊ അഥവാ നമുക്ക് ആ പരിചയമുള്ള ഒരു മലയാളി ഉണ്ടെങ്കിൽ അവർ വേറെ ഒരു ഹോട്ടലിലായി. അങ്ങനെ ഈ കൊച്ചിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു പേടി. ഞാൻ കിടന്നില്ല, ഉറങ്ങിയില്ല. ഞാൻ മേലൊന്ന് കഴുകി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി മേലുമൊക്കെ കഴുകിയതേ ഉള്ളൂ. അതുകൊണ്ട് മോള് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട്. അപ്പം ഒരു കാർഡ് നമുക്ക് തരും. ഈ കാർഡ് പഞ്ച് ചെയ്തിട്ടേ വെളിയിലോട്ട് ഇറങ്ങാൻ ഒക്കത്തുള്ളൂ. ഈ കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് കയറിയാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ ഒക്കത്തില്ല, വെളിയിലോട്ട് പോകാൻ ഒക്കത്തില്ല.
എന്റെ വിചാരം വെളിയിലൊന്നും ഇരുന്നാലും വേണ്ടില്ല, അകത്ത് ഇരുന്ന് കഴിഞ്ഞ് ഇത് അത് പഞ്ച് ചെയ്യാൻ അറിഞ്ഞില്ല എന്തോ ചെയ്യും. ഞാൻ എന്നിട്ട് ഈ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ വെളിയിലോട്ട് അറിയിട്ടേ ഇല്ല, ഞാൻ ദേഹമൊക്കെ കഴുകി വൃത്തിയായിട്ട് ഇരിക്കുക, എന്നെ വന്ന് ഇവിടെ വന്ന് നീ ഇന്ന് കൊണ്ടുപോകണം. എന്നിട്ട് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് ഞാൻ റിസപ്ഷനിൽ ഇരുന്നോളാം, നിങ്ങൾ എന്നിട്ട് പെട്ടി എടുത്തുകൊണ്ട് വന്ന് താഴോട്ട് വന്നേര് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ വരാം, ചേച്ചി പെട്ടി എടുക്കണ്ട, ചേച്ചി ബാഗ് എടുക്കണ്ട, ബാഗ് അവിടെ വെച്ച് നമുക്ക് പോയി കാപ്പി കുടിച്ചിട്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് പോകണമെങ്കിലും ചോദ്യമേ ഈ 2200 എത്രയോ 690 ഇതിന് ഈ ലിഫ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കണം, ഇത് പഞ്ച് ചെയ്യുകയാണ്, ചെയ്തെങ്കിലേ താഴോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയും നിലയുടെ മണ്ടയ്ക്ക് നമ്മൾ താഴോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ച് ചെയ്യണം. എനിക്കിതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഈ ലിഫ്റ്റേ കയറുന്നത് ഈ കഥകിന്റെ പ്രശ്നമാണ്. എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അത് 150 അക്കമുണ്ട്, ഒരു എമ്മെന്നും എല്ലെന്നും ഒക്കെ അക്ഷരമുണ്ട്. ചുരുക്കം പറഞ്ഞ ഞാൻ അന്നേരം ഈ കൊച്ചിനോട് പറഞ്ഞു, നീ അന്നേരം പറഞ്ഞു ചേച്ചി അവിടെ ഇരിക്കും, ധൈര്യമായിട്ടിരിക്കും, ഞാൻ അങ്ങ് മേളിൽ വരാം. വന്ന് ഈ കൊച്ചങ്ങ് താഴ്ത്തുന്നല്ലേ, പിന്നെ ധൈര്യമായിട്ട് അവിടെ ഇരുന്നു. ഞാൻ ചേച്ചി അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി ആഹാരം കഴിച്ചിട്ട് ബാഗ് എടുക്കാനേ ഇങ്ങനെ അവിടെ റൂമിൽ കൊണ്ട് വിട്ടിട്ട് ഇന്നോട് നമുക്കൊന്ന് ഫ്രഷായിട്ട് പിന്നെ തിരിച്ച് ഞാൻ വന്ന് തിരിച്ചോണ്ട് പോരാം, ചേച്ചി വിഷമിക്കേ ഉള്ളൂ. ആ കൊച്ചു ചോദ്യമേ പിന്നെ മേളി വന്ന് എന്നെ താഴെ കൊണ്ടുപോയി ബൊഫേ അവിടെ കയറി എനിക്ക് എന്തോ വേണേലും എന്ത് വേണേലും നമുക്ക് കഴിക്കാനുണ്ട്. ബിരിയാണി വേണോ, സാദാ ചോറ് വേണോ, ഫ്രൈഡ് റൈസ് വേണോ രാവിലെ, അതുപോലെ തന്നെ ഓംലേറ്റ് വേണോ, ബുൾസേ വേണോ, പുളിങ്ങമുട്ട വേണോ, ടോസ്റ്റ് വേണോ, ജ്യൂസുകൾ വേണോ, കാപ്പി വേണോ, എന്തോ ഉണ്ടായിരുന്നു. എന്തോ വേണേലും അന്നേരം ഉണ്ട്, ചൂടേ നമുക്ക്. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ എനിക്കൊരു കാപ്പി മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു ബ്രൂവിൻ്റെ ഒരു കാപ്പി മതി. അന്നേരം പറഞ്ഞാൽ അത്രയും ദൂരം ഇനി ഇരിക്കേണ്ട, അതുകൊണ്ട് കഴിച്ചൊക്കെ തോന്നുമ്പോൾ ഈ കുറിച്ച് ചേർന്ന് ഒരു പ്ലേറ്റ് എടുത്തോണ്ട് ചൂടോടെ 2 മുട്ടയുടെ ഓംലേറ്റ്, ഒരു കുപ്പി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അതും പിന്നെ ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൂടെ സലാഡ്, അതും എല്ലാം കൂടി കൊച്ചെടുത്തോണ്ട് തന്നെ അത് മൊത്തം കൊച്ചെന്നെ അവിടെ പോയിട്ട് തീറ്റിച്ച് ഈ വെള്ളവും കുടിച്ച് വെള്ളവും എനിക്ക് അവിടെ നിന്ന് എടുത്ത് തന്നു. അതും കഴിഞ്ഞ് എന്നെ ഇനി മേളിൽ റൂമിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഫ്രഷായിട്ട് ചേച്ചിക്ക് അപ്പോൾ ആ കൊച്ച് ബാംഗ്ലൂര് ആ സെറ്റിൽ അതിൻ്റെ ഭർത്താവും ഒക്കെ അവർ ബിസിനസ്സുകാരെങ്ങാണ്ടാണ്. ഈ കൊച്ച് ഇവിടെ അതൊരു വല്ലാത്ത കാര്യം, മഴയാണ്. ഇങ്ങനെ ആ പോയ കുറച്ച് സ്ഥലങ്ങളും കണ്ട് ഒരു 1 മണിയായപ്പോൾ ഒരു 12 ഒക്കെ ആയപ്പോൾ ഹോട്ടലിൽ. ദൈവാധീനം എന്താന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ആദ്യം വിസ കിട്ടാതിരുന്നതും അമ്മയ്ക്ക് ആദ്യം വിസ കിട്ടിയത്, ആ ചേച്ചിക്ക് ഏറ്റവും അവസാനം വിസ കിട്ടിയതുമാണ് ദൈവാധീനം.